നമ്മൾ ഇന്നലെ കേട്ടു അർജുന വിഷാദ യോഗം. എന്തുകൊണ്ട് അത് വിഷാദ യോഗമായി നമ്മൾ ഇന്നലെ മനസ്സിലാക്കി കഴിഞ്ഞു. എപ്പോഴാണ് നമുക്ക് വിഷാദം ഉണ്ടാകുന്നത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് നമുക്ക് വിഷമം, ദുഃഖം ഉണ്ടാകുന്നത്? നമുക്ക് ഇവിടെ നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഒരു വിഷയം, ഒരു പ്രശ്നം അർജുനന്റെ മുന്നിൽ വന്നപ്പോ ആ വിഷയം കണ്ടിട്ട്, ആ പ്രശ്നം കണ്ടിട്ട് അർജുനന് വിഷാദമാണ് സംഭവിച്ചത്. അതേ വിഷയം ഭഗവാനോട് അർജുനൻ പറയുമ്പോൾ അതേ വിഷയത്തെ ഭഗവാൻ വേറൊരു രീതിയിലാണ് കണ്ടത്, വേറൊരു രീതിയിലാണ് പ്രതിപാദിച്ചത്. അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പ്രശ്നത്തോടുമുള്ള നമ്മുടെ മനോഭാവമാണ് അത് നമുക്ക് വിഷാദം ഉള്ളതാക്കി മാറ്റണമോ ആ പ്രശ്നം, ആ വിഷയം, അതോ ആ വിഷയം നമുക്ക് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഓരോ ചവിട്ടുപടികളാകണോ എന്നത്. അത് നമ്മൾ ആ വിഷയത്തോടെടുക്കുന്ന ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ജ്ഞാനികൾ പറയാറുണ്ട്, ആറ്റിറ്റ്യൂഡ് ഈസ് ലൈഫ്. നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ജീവിത വഴിയെ തീരുമാനിക്കുന്നത്. ഒരേ കാര്യം നമ്മൾ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരേ വിഷയം അർജുനന് വിഷാദത്തിന് കാരണമായി, അതേ വിഷയം തന്നെ ദുര്യോധനന് ദേഷ്യത്തിന് കാരണമായി. 3 തൊട്ട് 12 വരെയുള്ള ശ്ലോകങ്ങൾ ദുര്യോധനന്റെ മാനസികാവസ്ഥ വർണ്ണിക്കുന്നതാണ്. ആദ്യം ദുര്യോധനൻ തന്റെ സൈന്യത്തിന്റെ മുന്നിലേക്ക് വന്നു. താൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് കണ്ടു. അപ്പോ അപ്പുറത്ത് നിൽക്കുന്ന യുധിഷ്ഠിരനും ഉൾപ്പെടെയുള്ള, ഭീമസേനൻ ഉൾപ്പെടെയുള്ള വില്ലാളി വീരന്മാരുടെ വലിയ പട അദ്ദേഹം കണ്ടു. അത് കണ്ടിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങിയത്, എന്റെ സൈന്യം പരിമിതമാണ്, അവരുടെ സൈന്യം വളരെ ശക്തമാണ്. ഇവിടെ ഭീഷ്മരാൽ നയിക്കുന്ന സൈന്യം പരിമിതവുമാണ്. അപ്പുറത്ത് ഭീമനും മറ്റെല്ലാവരും നിൽക്കുന്ന സൈന്യം വളരെ ചെറുതാണെങ്കിലും അവർ വിജയിക്കാൻ പ്രാപ്തവുമാണ്. ഇതാണ് ദുര്യോധനന് ആദ്യം തോന്നുന്നത്. ഇവിടെ ഗുരുദേവ് പറയുന്നത്, നമ്മളെല്ലാവരും എങ്ങനെയാണ്, നമ്മുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാനാണോ നമുക്ക് താല്പര്യം, അതോ മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടിട്ട് അതെങ്ങനെ നേടാം, അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം നശിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇവിടെ അവനവന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സ്വഭാവ ദൂഷ്യമാണ് കംപ്ലൈന്റ്. ഇവിടെ ദുര്യോധനൻ കംപ്ലൈന്റ് പറയാൻ തുടങ്ങി. അവസാനം പറഞ്ഞെത്തിക്കുന്നത്, ഭീഷ്മ പിതാമഹനാൽ രക്ഷിക്കുന്ന ഈ സൈന്യത്തെ, എന്റെ സൈന്യത്തെ നിങ്ങളെല്ലാവരും കൂടെ ഭീഷ്മരെ രക്ഷിക്കണം, അവിടെ അവർ വളരെ വലിയ ശക്തരാണ്. ഗുരുദേവ് പറയുന്നത്, നമ്മുടെ ആത്മവിശ്വാസമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി. ആത്മവിശ്വാസം നശിച്ചു പോയാൽ, അത് രാജാവാകട്ടെ, അത് ഏത് വ്യക്തിയാകട്ടെ, ആത്മവിശ്വാസം നശിച്ചു പോയാൽ ആ വ്യക്തിയിൽ നിന്ന് എല്ലാ നിഷേധ വികാരങ്ങളും പുറത്തേക്ക് വരും. അതാണ് നമ്മുടെ ഉള്ളിൽ ഓരോ സമയത്തും നമ്മുടെ ആത്മവിശ്വാസം നശിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് കംപ്ലൈനിങ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ ഇതെല്ലാം നമ്മളിലൂടെ പുറത്തേക്ക് വരുന്നത്. ദുര്യോധനന് ആത്മവിശ്വാസം ഇല്ലാതെയായി. കാരണം ഒന്ന് ആലോചിച്ചാൽ, പാണ്ഡവ സൈന്യത്തിന്റെ ഇരട്ടിയിൽ അധികം ആൾബലം ദുര്യോധനാദികളുടെ സൈന്യത്തിനുണ്ട്. പക്ഷെ അവിടെ ഒരിക്കലും അദ്ദേഹത്തിനൊരു തൃപ്തിയോ, അദ്ദേഹത്തിനൊരു സംതൃപ്തിയോ, അദ്ദേഹത്തിനൊരു ആത്മവിശ്വാസമോ വന്നിട്ടില്ല. അവിടെയാണ് നമ്മളൊക്കെ അറിയേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം നമുക്കൊക്കെ ആവശ്യമാണ്. വേണോ വേണ്ട? എല്ലാവർക്കും ആശ്വാസം വേണ്ട. എല്ലായ്പ്പോഴും നമ്മൾ പറയും, ഓ ആശ്വാസമായി, ആശ്വാസം. ഈ ആശ്വാസം എങ്ങനെ ലഭിക്കും? പലപ്പോഴും ഒരു ഡോക്ടറെ കണ്ട്
മരുന്ന് എഴുതുകയേ ഉള്ളൂ അദ്ദേഹം. അപ്പൊ ഡോക്ടറെ കണ്ട് സംസാരിച്ച് പുറത്തിറങ്ങുമ്പോ നമ്മുടെ രോഗത്തിന്റെ കുറച്ചൊക്കെ ഒന്ന് ശമിക്കും. നമ്മൾ ഒരുവിധം കോൺഫിഡൻസിലേക്ക് വരും, നമ്മൾ ഒരുവിധം സന്തുഷ്ടനാകും. എന്താ കാരണം? ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ എന്തായി? ആശ്വാസമായി. ഈ ആശ്വാസം എങ്ങനെയാ കിട്ടുക? ഒരേ ഒരു കാര്യത്തിലാണ് വളരെ എളുപ്പത്തിൽ ആശ്വാസം ലഭിക്കുന്നത്. ദാറ്റ് ഈസ് വിശ്വാസം. എന്താണ് ആ വാക്ക്? വിശ്വാസം. അപ്പൊ ആശ്വാസം നമുക്ക് ലഭിക്കാൻ നമ്മൾ ഓരോരുത്തരും വിശ്വാസം ആവശ്യമുണ്ട്. ഈ വിശ്വാസത്തിന്റെ ആദ്യ പടി എന്നത് ആത്മവിശ്വാസമാണ്. സ്വന്തം കഴിവുകളിലുള്ള, സ്വന്തം ജീവിത ലക്ഷ്യത്തിലുള്ള, സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകളിലുള്ള, ഈ പ്രകൃതിയിലുള്ള വിശ്വാസമാണ് നമുക്ക് ആശ്വാസവും ആത്മവിശ്വാസവും തരുന്നത്. എവിടെ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നുവോ അവിടെയാണ് നമ്മൾ പതറിപ്പോകുന്നത്. ഇവിടെ അർജുനനും സംഭവിച്ചത് മറ്റൊരു തരത്തിലാണ്. അർജുനന് വിഷാദമുണ്ട്. എപ്പോഴാണ് നമുക്കൊക്കെ വിഷാദം ഉണ്ടാകുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? വളരെ രസകരമാണ് ഒന്ന് ആലോചിച്ചാൽ. നമുക്ക് വിഷാദം വരുന്നത്, അർജുനൻ എപ്പോ വിഷാദം സംഭവിച്ചു? സ്വന്തം ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്നത് അർജുനൻ മറന്നുപോയി. ജീവിത ലക്ഷ്യം മറന്നുപോയി. ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് മറന്നുപോയി. പലപ്പോഴും ഗുരുദേവ് നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്, നമുക്ക് എപ്പോഴാണോ നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് നമ്മൾ മറന്നു പോകുന്നത്, അപ്പോഴൊക്കെ നമുക്ക് ദുഃഖത്തിലേക്കും വിഷമത്തിലേക്കും നമ്മളൊക്കെ പോകും. അത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. പർപ്പസ് ഓഫ് ലൈഫ് എന്താണ്? അർജുനന്റെ പർപ്പസ് എന്നത് അർജുനൻ മറന്നുപോയി. എന്താണ് ഭഗവാൻ ചെയ്തത്? ഭഗവത്ഗീതയിലെ മൊത്തം ശ്ലോകങ്ങൾ വഴി ഭഗവാൻ ഒന്നേ ചെയ്തുള്ളൂ. എന്താണ് അർജുനന്റെ ഈ ജന്മത്തിലെ പർപ്പസ്? അത് കാട്ടിക്കൊടുത്തു. അതുകൊണ്ടാണ് പറയുക, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എന്താണ് ജീവിതമെന്നും എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും എങ്ങനെയാണ് ആ ലക്ഷ്യം നേടേണ്ടതെന്നും നമുക്ക് കാട്ടിത്തരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്ന മഹത് വ്യക്തിത്വത്തിന്റെ പേരാണ് ഗുരു. അതുകൊണ്ടാണ് പറയുക, ഹിന്ദിയിൽ ഒരു വചനം പറയും, ഗുരു ബിന ഗതി നഹി. ഗുരു ഇല്ലാത്തവൻ ഗതി പിടിക്കില്ല എന്ന്. അത് മറ്റൊരു അർത്ഥത്തിലല്ല. കാരണം നമുക്ക് ഏതൊരു കാര്യം നേടണമെങ്കിലും നമുക്കൊരു വഴികാട്ടി ആവശ്യമാണ്. നമുക്ക് ആ വഴി കാണിച്ചു തരേണ്ട ഒരാള് നമ്മളോടൊപ്പം ഉണ്ടാകും. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നമുക്കൊക്കെ വിഷാദം വന്നാൽ അത് രോഗമാകും. അർജുനന് വിഷാദം വന്നപ്പോൾ അത് യോഗമായി. കാരണം വഴി കാട്ടാൻ ഒരു ഗുരുവിനോടൊപ്പമായിരുന്നു അദ്ദേഹം ജീവിച്ചത്. ആ കാലഘട്ടത്തിൽ ഒരു ഗുരുവായി കണ്ടിട്ടാണ് ഈ 1-ാം അധ്യായത്തിന്റെ അവസാനം എനിക്ക് സത്യം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് കേണ് അപേക്ഷിക്കുന്നത്. അപ്പോ എപ്പോഴാണോ നമ്മുടെ പർപ്പസ്, നമ്മുടെ ലക്ഷ്യം നമുക്ക് തെറ്റിപ്പോകുന്നത്, വിട്ടുപോകുന്നത്, അപ്പോഴാണ് നമുക്ക് ദുഃഖവും നെഗറ്റീവ് ആസ്പെക്റ്റുകളും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ ലക്ഷ്യബോധം നമ്മൾ മറക്കാതിരുന്നാൽ വരുന്ന തടസ്സങ്ങളെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് തരണം ചെയ്യാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ ആത്മവിശ്വാസമായി ഭഗവാൻ നിറച്ചിട്ടുണ്ട്. ഇത് ഉറപ്പായും തുറന്നു കാണണം. അത് നമ്മുടെ ഉള്ളിൽ, അത് തുറന്നെടുക്കാനുള്ള താക്കോലാണ് ജ്ഞാനം. അത് തുറന്നെടുക്കാനുള്ള താക്കോലാണ് യോഗ. അത് തുറന്നെടുക്കാനുള്ള താക്കോലാണ് പ്രാണായാമയും ധ്യാനവും സുദർശനക്രിയയുമെല്ലാം. പക്ഷേ നമുക്കത് സ്വയം കണ്ടെത്താനുള്ള കഴിവില്ല. അതുകൊണ്ട് ഒരു ദേശികൻ, ഒരു വഴികാട്ടി, ഒരു ഗുരു നമുക്ക് എല്ലാവർക്കും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം ദുഃഖം, വിഷാദം, പ്രശ്നം വന്നത് ദുര്യോധനനാണ്. ദുര്യോധനന് വിഷമം വന്നു. ആ വിഷമം, ഇതാണ് ഒരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയൊരു സത്യമാണ് ഇവിടെ റിവീൽ ചെയ്യുന്നത്. ഒരു പുരുഷൻ പൊതുവെ ഈഗോയിസ്റ്റിക് ആണ്. ഒരു പുരുഷന് വിഷമം വന്നാൽ അത് ഈഗോയുമായിട്ട് കണക്ട് ചെയ്താൽ അത് ദേഷ്യമായിട്ട് മാറും. അതാണ് ദുര്യോധനൻ ദേഷ്യമാണ് ആ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടപ്പോ വന്നത്.
ആ ദേഷ്യത്തിൽ നിന്ന് കുറ്റം പറയാനും പഴി പറയാനും തുടങ്ങി. ഭീഷ്മ പിതാമഹൻ ഉണ്ടായിട്ട് എന്ത് കാര്യം? അദ്ദേഹം വൃദ്ധനാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ബാക്കി സൈന്യമൊക്കെ നിലനിൽക്കേണ്ടി വരും. അതാണ് എപ്പോഴും ഈ വിഷാദം ആരുടെ? ദുര്യോധനന്റെ വിഷാദത്തിൽ നിന്ന് നമ്മൾ ഒരു സത്യം പഠിക്കണം. നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. ദുര്യോധനൻ വന്നിട്ട് സ്വന്തം സൈന്യത്തിന്റെ മുന്നിൽ വന്നിട്ട് സ്വന്തം സൈന്യത്തെ അല്ല കണ്ടത്, എതിർ സൈന്യത്തെയാണ് കണ്ടത്. ഇത് സാധാരണ മനുഷ്യന്റെ മനസ്സാണ്. മറ്റുള്ളവരുടെ കഴിവുകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ കഴിവുകളെക്കാൾ കൂടുതൽ. എപ്പോഴാണോ നമ്മൾ നമ്മുടെ കഴിവുകളിലേക്ക് ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ഭാഗ്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നത്, നമുക്ക് ദൈവം ഭഗവാൻ തന്ന അവസരങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത്, അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസത്തിലേക്ക് തിരികെ വരാൻ സാധിക്കും.